ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. എല്ലാവരും ഹാപ്പി അല്ലേ ഗായ്സ്? ഞാൻ വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നും. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. കാലത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, പഡ്ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശമാവിൽ നമ്മൾ ക്യാരറ്റ്, ഓണിയൻ, കൊറിയൻഡർ ലീവ്സ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കും. നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ആദ്യം പഠിച്ചത് കേട്ടോ. അടിപൊളി ഫുഡാണ് ഇത്. ഇതും ചമ്മന്തി കൂട്ടി കഴിക്കാം. ഇത് കുറച്ച് ക്രിസ്പിയും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ചൂടോടെ കഴിക്കണം, നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ മൂവി കാണാമെന്ന് വിചാരിച്ചു. പൂനെയിൽ തുടരും മൂവി വന്നിട്ടുണ്ട്. സോ ഞങ്ങൾ കാണാമെന്ന് വിചാരിച്ചു. ബുക്ക് ചെയ്തിട്ടുണ്ട്. രാത്രി 8 മണിക്കാണ് ഷോ. ഇതാ ചൂടാണെന്ന് പറയുന്നതാണ് കേട്ടോ കണ്ടത്. കുറച്ചും കൂടി പണിയുണ്ടായിരുന്നു. ആ പണി കുറച്ചും കൂടി തീർത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാം. എന്തായാലും 8 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 12 മണിയാവും. പിന്നെ വന്നിട്ട് ചെയ്യാനും പറ്റത്തില്ല. എന്നിട്ട് നേരത്തെ ചെയ്ത് വെച്ച് ക്ലിയർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ദേ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കാം കേട്ടോ. അപ്പം എൻ്റെ കൊച്ചിന് ഭയങ്കര ആഗ്രഹം മൈക്കിലൊന്ന് സംസാരിക്കാൻ. ഞാൻ സംസാരിച്ചോ? ഹലോ സംസാരിക്കേ. ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖാണോ? അടിപൊളിയാണ് അവിടെ. നമുക്ക് അടിപൊളി. അങ്ങനെ അവൻ്റെ ആഗ്രഹം സഹിച്ചു കേട്ടോ. ഇനി ബാക്ക് ടു നമ്മുടെ വീഡിയോ. കുറച്ച് പണി ചെയ്ത് തീർത്ത് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ മാംഗോ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാംഗോ നല്ല മധുരം ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഷുഗർ ഇടേണ്ട ആവശ്യമില്ല, നല്ല മധുരം ഉണ്ട്. എനിക്കിഷ്ടമായി മാംഗോ. കട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വായിലേക്കും പോകണമല്ലോ. എൻ്റെ മുടി കണ്ട ആരും കളിയാക്കണ്ട കേട്ടോ, ഒരുമാതിരി കിളിക്കൂട് പോലെ ഉണ്ട്. പ്ലീസ് പെട്ടേക്കാൻ മൈൻഡ് ആക്കണ്ട. ഇന്ന് കാലത്ത് തൊട്ട് ഒരു 5-6 പ്രാവശ്യം ജെറ്റ് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇപ്പോൾ പേടിയാണ് ജെറ്റ് വരണ കാണുമ്പോഴും. കാരണം അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ ഇന്ത്യയിലെ. ഇപ്പം നോക്കട്ടെ, ഒരാൾ ഓടി വരും, മിക്സിയുടെ സൗണ്ട് കേട്ടോ. എപ്പോഴാണെങ്കിലും അവൻ ഓടി എത്തും കേട്ടോ. അവനറിയാം ഞാൻ ജ്യൂസ് ഉണ്ടാക്കുകയാണെന്ന്. നോക്കോ, ഇപ്പം വരും. വന്നു ലൈറ്റ് വരെ അവർ ഇളക്കി പറിച്ചിട്ടാണ് വരുന്നേക്കുന്നത്. അതൊക്കെ അഫൂസിനെ ഫുഡ് കഴിക്കുന്നേക്കാളും ഏറ്റവും ഇഷ്ടം ജ്യൂസ് കുടിക്കുന്നതാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ. പുറത്ത് പോയാലും അതെ, ഫുഡ് കഴിക്കുന്നേക്കാൾ മുന്നേ അവൻ ചോദിക്കുന്നത് ജ്യൂസ് തന്നെയാണ്. എന്ത് ജ്യൂസുള്ള അച്ഛാ? എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോസിൻ്റെ ഫേവറേറ്റ് ഗെയിമാണ് കേട്ടോ ഫുട്ബോൾ ഭയങ്കര ഇഷ്ടം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തപ്പോൾ ഫുൾ ടൈം ഇത് തന്നെയായിരുന്നു ഇവൻ്റെ കൂടെ. അവൻ ജോലി ചെയ്യുമ്പോഴും വന്ന് വിളിക്കുമ്പോൾ ഫുട്ബോൾ കളിക്കാം. ആക്ച്വലി അവൻ പഠിപ്പിച്ചു കൊടുത്തതാണ് കേട്ടോ. അതിന് ശേഷം ഫുൾ ടൈം ഇതായപ്പോൾ നമുക്ക് തന്നെ പരിപാടി. അങ്ങനെ ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞു. അത് അവൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമ കാണാൻ കേട്ടോ. കുറച്ചും കൂടി പണിയുണ്ടായിരുന്നു. അപ്പോൾ സിനിമയും കണ്ട് പണിയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വേഗം റെഡിയായിട്ട് 7 മണിയായി. 8 മണിക്കാണ് ഷോ. സോ റെഡിയായി ഞങ്ങൾ പോവാണ് ഗൈസ്. അങ്ങനെ സിനിമ കണ്ട് ഇറങ്ങി കേട്ടോ ഞങ്ങൾ. നല്ല അടിപൊളി പടം കേട്ടോ. എൻ്റെ ദൈവമേ, രക്ഷയില്ല. സൂപ്പർ കിടിലം പടം. അതും വില്ലനൊക്കെ അടിപൊളി. വില്ലൻ സൂപ്പറായിട്ടുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് കേട്ടോ. എല്ലാവരും പോയി കാണണം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. എഗ് റൈസാണ് കേട്ടോ. ഈ കട ആക്ച്വലി രാത്രിയാണ് തുറക്കുന്നത്. നിറച്ചും തിരക്കാണ് ആ ഏരിയ ഫുള്ള്. അങ്ങനെ എഗ് റൈസൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോയായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ റൈറ്റ് എടുത്തപ്പോൾ ഒരു സ്കൂട്ടറുകാരൻ റൈറ്റ് കയറി വന്നു.
പിന്നെ അതൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആർഗ്യുമെൻ്റൊക്കെ ആയിട്ട് അവിടെ നിന്നു. എന്ന് പറഞ്ഞാൽ ഐസ്ക്രീമൊന്നും കഴിക്കാണ്ടിരുന്നില്ല കേട്ടോ, നല്ലപോലെ കഴിച്ചിട്ടൊക്കെ തന്നെയാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് അയ്യോ അതെങ്ങനെ പറയണേ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും അയ്യോ അതെങ്ങനെ പറയണേ ഗൈസ്. എനിവേ നന്ദി, നമസ്കാരം ഗൈസ്, ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ.